Riyadh Islahi Center's Coordination Committee. Bismillah, alhamdulillah. Innal hamdalillah nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udzu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Ashhadu an la ilaha illallah wahdahu la sharika lahu wa ashhadu anna Muhammadan abduhu wa rasuluhu arsalahu bil huda wa dinil haqq liyudhhirahu 'ala ad-din kullihi walau karihal musyrikun. Allahumma shalli ala Muhammadin wa ala ali Muhammad kama shallaita ala Ibrahim wa ala ali Ibrahim innaka Hamidum Majid. Allahumma barik ala Muhammadin wa ala ali Muhammad kama barakta ala Ibrahim wa ala ali Ibrahim innaka Hamidum Majid. Amma ba'du fa inna khairal kalami kalamullah wa khairal hadi hadi Muhammadin sallallahu alaihi wasallam wa syarrul umuri muhdatsatuha wa kullu muhdatsatin bid'ah wa kullu bid'atin dhalalah wa kullu dhalalatin finnar. A'udzu billahi minasy syaithanir rajim. Bismillahirrahmanirrahim. Ya ayyuhalladzina amanu taqullaha haqqa tuqatih wa la tamutunna illa wa antum muslimun. Ya ayyuhan nas usikum wa iyaya awwalan bitaqwallah. Rabbi shrah li sadri wa yassir li amri wa hlul 'uqdatam min lisani yafqahu qawli. സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് എല്ലാ ആളുകൾക്കും അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ അപാരമായ തൗഫീക്കിനാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം പഠിക്കുന്ന 20ാമത്തെ ക്ലാസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. റഹ്മാനായ റബ്ബ് ഈ ഒരു ഇരുത്തം സ്വാലിഹായ സൽക്കർമ്മമായി നമ്മളിന്ന് സ്വീകരിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ മുസ്ലിമീങ്ങളായ ആളുകൾ മക്കയിലെ പീഡനങ്ങൾക്കൊടുവിൽ അവസാനം അബിസീനയിലേക്ക് ഹിജറ പോയതും ആ അബിസീനയിൽ അവർ ഹിജറ പോയതിന് ശേഷം പിന്നീട് 2 മാസങ്ങൾക്ക് ശേഷം തിരിച്ച് മക്കയിലേക്ക് തന്നെ തിരിച്ചു വന്നതും വീണ്ടും 80ഓളം ആളുകളുമായി കൊണ്ട് അബിസീനയിലേക്ക് വീണ്ടും 2ാമത് ഹിജറ ചെയ്തതും തുടങ്ങിയ വിഷയങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിശദീകരിച്ചതാണ്. മഹാനായ സ്വഹാബി ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നജാഷി രാജാവുമായി കൊണ്ട് സംസാരിച്ചതും നജാഷി രാജാവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയതൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂചിപ്പിച്ചതാണ്. ഇങ്ങനെ അബിസീനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ നടക്കുമ്പോൾ മക്കയിൽ നടന്ന ഏറ്റവും ചരിത്ര പ്രസിദ്ധമായ ഇസ്ലാമിക ചരിത്രത്തിലെ പ്രശസ്തരായ 2 പേരുടെ ഇസ്ലാം സ്വീകരണവും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വിശദീകരിച്ചു. മഹാനായ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണവും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണവും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വിശദീകരിച്ചതാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട മക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ആളുകളായ ഇവർ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അത് ഖുറൈശികളായ ആളുകൾക്ക് വലിയ രൂപത്തിൽ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിനെതിരെ പല രൂപത്തിലും മക്കയിലെ മുശ്രിക്കീങ്ങൾ മുസ്ലിമീങ്ങളെ തടുക്കാൻ വേണ്ടി നോക്കി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കൊണ്ട്
ഖുറൈശികളായ ആളുകൾ ചില അനുരഞ്ജന പ്രവർത്തനങ്ങൾക്കും മുതിരുന്നുണ്ട്. പക്ഷെ അതൊന്നും എന്ത് ചെയ്യുന്നില്ല, പൂർണ്ണ ഫലം കണ്ടെത്താൻ അവർക്ക് കഴിയുന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കൊണ്ട് ഖുറൈശികളായ ആളുകൾ ചില അനുരഞ്ജന പ്രവർത്തനങ്ങൾക്കും ഈ ഒരു സമയത്ത് മുതിരുന്നുണ്ട്. പക്ഷെ അതൊന്നും പൂർണ്ണ രൂപത്തിൽ ഫലം കണ്ടെത്താൻ ഖുറൈശികളായ ആളുകൾക്ക് കഴിയുന്നില്ല. അവസാനം അവർ ചെയ്ത ഒരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിട്ടുകിട്ടാൻ വേണ്ടി അബൂ താലിബിനോട് വീണ്ടും അവര് പോയി സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇതിനു മുമ്പും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിട്ടുകിട്ടാൻ വേണ്ടി, കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് അബൂ താലിബിന്റെ കീഴിലാണ്. അബൂ താലിബ് എന്ന് പറഞ്ഞാൽ ബനു ഹാഷിം ഗോത്രത്തിലെ അറിയപ്പെട്ട വ്യക്തിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ബനു ഹാഷിം ഗോത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി കാണുന്ന അബൂ താലിബിന്റെ കീഴിലുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിട്ടുകിട്ടാൻ വേണ്ടി മക്കയിലെ ഖുറൈശികളായ ആളുകൾ ഇതിനു മുമ്പും 2-3 തവണയൊക്കെ അബൂ താലിബിന്റെ അരികിൽ പോയി കണ്ടിട്ടുണ്ട്. അബൂ താലിബിനോട് പല കാര്യങ്ങളും സംസാരിച്ചു. നിങ്ങൾ മുഹമ്മദിനെ വിട്ടുതരണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് പകരമായി കൊണ്ട് വലീദ് ബിൻ മുഗീറയുടെ ഒരു മകനെ നിങ്ങൾക്ക് നൽകാം. ആ വലീദ് ബിൻ മുഗീറയുടെ മകന്റെ പ്രത്യേകത, അഥവാ ഖാലിദ് ബിൻ വലീദ് അല്ല, അദ്ദേഹത്തിന്റെ സഹോദരൻ, അദ്ദേഹത്തിന്റെ പ്രത്യേകത ഖുറൈശികളായ ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല അമ്പെയ്ത്തുകാരനാണ്, കാണാൻ നല്ല ഭംഗിയുള്ള വ്യക്തിയാണ്. ഏത് കാര്യങ്ങൾക്കും നിങ്ങളുടെ പിൻഗാമിയായിക്കൊണ്ട് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരാളാണ് ഈ വലീദ് ബിൻ മുഗീറന്റെ മകൻ. അതുകൊണ്ട് മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് വിട്ടുതരണം, ഞങ്ങൾ വധിച്ചോളാം. ഞങ്ങൾ വധിച്ചതിന് ശേഷം നിങ്ങളുടെ മകനായിക്കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പിൻഗാമിയായിക്കൊണ്ട് വലീദ് ബിൻ മുഗീറയുടെ മകനെ നിങ്ങൾക്ക് സ്വീകരിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോഴും അതിന് പിന്നെ അബൂ താലിബ് കൊടുത്ത മറുപടി, വല്ലാഹി ല യസിലു ഇലൈക ബിജമിഇഹിം ഹത്താ ഉസദ ഫി തുറാബി ദഫീന, അഥവാ ഞാൻ മരിച്ച് എന്റെ ശരീരത്തിൽ മണ്ണ് വറ്റണത് വരെ മുഹമ്മദിനെ നമ്മൾ തൊടൂല സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയൊക്കെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി വാദിച്ച വ്യക്തിയാണ് അബൂ താലിബ്. അപ്പൊ ഇങ്ങനെ പ്രധാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹും ഹംസ റളിയല്ലാഹു അൻഹും ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ അത് ഖുറൈശികളായ ആളുകൾക്ക് വലിയ ആഘാതമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ അബൂ താലിബിനോട് വന്ന് വീണ്ടും പറയാണ്, മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് വിട്ടുതരണം, ഞങ്ങൾക്ക് വധിക്കണം. അത് പിന്നെ ബനു ഹാഷിം ഗോത്രത്തിൽപ്പെട്ട 1-2 ആളുകളല്ല, ആ ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗോത്രത്തിൽപ്പെട്ട ആളുകൾ എല്ലാവരും ചേർന്ന് മുഹമ്മദ് നബിയെ വധിച്ചോളും. അതുകൊണ്ട് നിങ്ങൾ അതിന് മുതിരണം എന്ന് പറഞ്ഞപ്പോഴും അബൂ താലിബ് അതിന് സമ്മതിക്കണില്ല. അവസാനം അവർ പറഞ്ഞതാണ്, എങ്കിൽ നിങ്ങൾ ഇതിന് സമ്മതിക്കണില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഉപരോധത്തിൽ ഏർപ്പെടുത്തും. ഇനി മുതൽ നിങ്ങൾക്കുള്ള ഉപരോധമാണ്. ഉപരോധം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായും സാമൂഹികമായും നിങ്ങൾക്ക് എന്തുണ്ടാകും, ഉപരോധം ഉണ്ടാകും. സാമ്പത്തികമായി എന്ന് പറഞ്ഞാൽ ഇവരുമായി പിന്നെ കച്ചവടം നടത്താൻ പാടില്ല. ബനു ഹാഷിം ഗോത്രവുമായി ബന്ധപ്പെട്ട് മറ്റുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, കച്ചവടം നടത്താൻ കഴിയില്ല. മക്കയിലെ ആളുകളുടെ പ്രധാന പിന്നെ ജോലി അല്ലെങ്കിൽ പ്രധാന സാമ്പത്തിക മാർഗം എന്നുള്ളത് കച്ചവടമാണ്. അപ്പൊ ഇവരുമായി കൊണ്ട് ബനു ഹാഷിം ഗോത്രത്തിൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഗോത്രമാണ് ബനു ഹാഷിം ഗോത്രം, ഈ ബനു ഹാഷിം ഗോത്രത്തിലെ ആളുകളുമായി പിന്നീട് എന്ത് ചെയ്യാൻ പാടില്ല, മറ്റുള്ള ആളുകൾ കച്ചവട ബന്ധം കൊടുക്കലും വാങ്ങലും ചെയ്യാൻ പാടില്ല എന്ന ഉത്തരവ് ഞങ്ങൾ അറിയിക്കും. സാമൂഹികമായി നിങ്ങൾ ഒറ്റപ്പെടുത്തും. എന്താ സാമൂഹികമായി എന്ന് പറഞ്ഞാല്, ബനു ഹാഷിം ഗോത്രത്തിലെ സ്ത്രീകളെ പിന്നീട് ഒരാളും കല്യാണം കഴിക്കൂല. ബനു ഹാഷിം ഗോത്രത്തിലെ പുരുഷന്മാർക്ക് വേറെ ഗോത്രത്തിലെ സ്ത്രീകളെയും കല്യാണം കഴിപ്പിച്ച് തരൂല. അങ്ങനെ നിങ്ങളെ ഞങ്ങൾ ഒറ്റപ്പെടുത്തും എന്ന് പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തി. ആ രൂപത്തിൽ അവർ ഉപരോധം എഴുതി, ബിസ്മിക അല്ലാഹുമ്മ എന്ന് പറഞ്ഞ് ആ ഒരു കത്തിന്റെ തുടക്കത്തിൽ, കരാറിന്റെ തുടക്കത്തിൽ ആദ്യം ബിസ്മിക അല്ലാഹുമ്മ എന്ന് എഴുതി ഈ കരാറ് അവിടെ എഴുതി കഅബയിൽ ഭദ്രമായി കൊണ്ട് അവര് സൂക്ഷിച്ചു വെച്ചു. ഇങ്ങനെ ഈ ഒരു സൂക്ഷിച്ചു വെച്ച സമയത്ത് അബൂ താലിബ് ബനു ഹാഷിം ഗോത്രക്കാരോട് പറയുന്നുണ്ട്, ഈ അപമാനം സഹിച്ച് മക്കയിൽ നമുക്കിനി കഴിയാൻ പ്രയാസമാണ്. കാരണം നമുക്കിനി സാമൂഹികമായും സാമ്പത്തികമായും ഒക്കെ നമ്മൾ ഒറ്റപ്പെടുത്തുകയാണ്. ഇങ്ങനെ മറ്റുള്ള ആളുകളുടെ അപമാനം സഹിച്ച് ഇനി നമ്മൾ എന്ത് ചെയ്യണ്ട, മക്കയിൽ കഴിയണ്ട, നമുക്ക് മക്കയുടെ കുറച്ച് അകലെയുള്ള ഒരു താഴ്വാരത്തിലേക്ക് താമസം മാറ്റാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, അബൂ താലിബ് ബനു ഹാഷിം ഗോത്രക്കാരോട് പറയുമ്പോൾ അബൂ താലിബിന്റെ കൂടെ സമ്മതിച്ചുകൊണ്ട് ആ താഴ്വാരത്തേക്ക് വരുന്നത് മുസ്ലിമീങ്ങൾ മാത്രമല്ല, അമുസ്ലിമീങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അത് അത്രത്തോളം ഗോത്രത്തോട് അവർക്ക് ഇഷ്ടമുണ്ട് എന്നുള്ളതാണ്.
ബനു ഹാഷിം ഗോത്രത്തിൽപ്പെട്ട മുഹമ്മദ് നബിയെ അവർ ഉപരോധിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളും കൂടെ ഉണ്ടാകും. അത് പറഞ്ഞിട്ട് ആരിറങ്ങിയിട്ടുണ്ട്? അമുസ്ലിമീങ്ങളായ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. മുസ്ലിമീങ്ങൾ മാത്രമല്ല, വിശ്വാസികളും അവിശ്വാസികളും ശഅബ് അബി ത്വാലിബിൽ അവര് ഉപരോധിക്കപ്പെട്ട സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോ പിന്നെ അബൂ ത്വാലിബ് പറയാണ്, ഈ അപമാനം സഹിച്ച് നമുക്ക് ഇനി മക്കയിൽ ജീവിക്കണ്ട, നമുക്ക് എന്ത് ചെയ്യാം, മക്കയുടെ അതിർത്തി ഭാഗത്ത് ഒരു താഴ്വാരമുണ്ട്, ആ താഴ്വാരത്തിലേക്ക് പോകാം. ആ താഴ്വാരം പിന്നീട് അറിയപ്പെട്ടത് ശഅബ് അബി ത്വാലിബ് എന്ന് പറയുന്ന പേരിലാണ്. ഈ കാണുന്നതാണ് കഅബ. ഈ കാണുന്ന ഭാഗത്തായിരുന്നു ശഅബ് അബി ത്വാലിബ് ഉണ്ടായിരുന്നത്. അതൊന്നുകൂടി ഇന്നത്തെ ചിത്രത്തിൽ കാണിക്കുകയാണെങ്കിൽ ഈ ഒരു മലയുടെ താഴ്വാരത്താണ് ശഅബ് അബി ത്വാലിബ് ഉണ്ടായിരുന്നത്. ഈ ഒരു ഭാഗത്ത്, ഈ ഒരു വാദി, ഈ ഒരു താഴ്വാരത്തായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂ ത്വാലിബും ബനു ഹാഷിമിലെ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും ഒക്കെ വന്ന് താമസിച്ചത് എവിടെയാണ്? ഈ കാണുന്ന താഴ്വാരത്താണ് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, മുസ്ലിമീങ്ങളും റസൂലുള്ളാഹിന്റെ കൂടെ വന്നു, അമുസ്ലിമീങ്ങളും റസൂലുള്ളാഹിന്റെ കൂടെ വന്നു. ഒരാളൊഴികെ, ബനു ഹാഷിം ഗോത്രത്തിലെ ഒരാളൊഴികെ ബാക്കിയുള്ള എല്ലാ ആളുകളും വന്നു എന്നുള്ളതാണ്. അത് വരാതിരുന്നത് അബൂലഹബാണ്. അബൂലഹബ് ആരാണ്? ബനു ഹാഷിം ഗോത്രത്തിലെ ആളാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബക്കാരനാണ്. പക്ഷേ എല്ലാ ആളുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ കൂടെ ഇറങ്ങിയപ്പോൾ അബൂലഹബ് സപ്പോർട്ട് ചെയ്ത ആരെയാണ്? അബൂ ജഹലിനെയും കൂട്ടരെയാണ്. അവർ പറഞ്ഞു, അബൂ ജഹൽ തീരുമാനിച്ച തീരുമാനം നല്ല തീരുമാനമാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, ഇവരെ നമുക്ക് ഒറ്റപ്പെടുത്താം എന്ന് പറഞ്ഞ് അബൂലഹബ് എന്ത് ചെയ്തു? ആ കൂട്ടത്തിൽ വന്നില്ല. ബാക്കിയുള്ള എല്ലാ ആളുകളും ഈ കാണുന്ന ഭാഗത്തേക്ക്, ഈ താഴ്വാരത്തിന്റെ ഭാഗത്തേക്ക് അവർ വന്ന് താമസിച്ചു. അവര് കുറച്ചൊക്കെ അവരുടെ കയ്യിൽ ഭക്ഷണവും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്ത് ചെയ്തു? അത് പതിയെ പതിയെ തീരാൻ തുടങ്ങി. അത് പതിയെ പതിയെ ഒന്നും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ കഴിയുമോ? നമ്മൾ പറഞ്ഞു വന്നത്, ശഅബ് അബി ത്വാലിബിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ബനു ഹാഷിം ഗോത്രത്തിലെ വിശ്വാസികളെയും അവിശ്വാസികളെയും ഖുറൈശികളായ ആളുകൾ എന്ത് ചെയ്തു? ഉപരോധിച്ചു. ഉപരോധിച്ച സമയത്ത് റസൂലുള്ളാഹിന്റെ കൂടെ ഉണ്ടായിരുന്നത് ആരാ? ബനു ഹാഷിം ഗോത്രത്തിലെ മുസ്ലിമീങ്ങൾ മാത്രമാണോ? അല്ല, അമുസ്ലിമീങ്ങളും കൂടെ ഇറങ്ങി. കാരണം അത് ഗോത്ര സ്നേഹമാണ്. ഗോത്രത്തിൽ ഒരാൾ ഉപരോധിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാ ആളുകളും അതിന് കൂടെ ഇറങ്ങും എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇറങ്ങി അബൂലഹബ് ഒഴികെ. അബൂലഹബ് എന്ത് ചെയ്തു? അബൂ ജഹലിന്റെ തീരുമാനമാണ് അംഗീകരിച്ചത്. അബൂ ജഹലിന്റെ കൂടെ നിന്ന് അബൂലഹബ് ഇറങ്ങിയില്ല. ഇവര് കുറച്ചൊക്കെ ഇവരുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു? ഭക്ഷണ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അത് പതിയെ പതിയെ തീരാൻ തുടങ്ങി. ഈ ഒരു സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ഖദീജ ബിൻതു ഖുവൈലിദ് റളിയല്ലാഹു അൻഹാ സമ്പത്ത് അധികമായി ചെലവഴിക്കുന്നത് ഈ ഒരു സമയത്താണ്. ഖദീജ ബീവി ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ട കച്ചവടക്കാരിയാണ്. അവരുടെ സമ്പത്തിന്റെ അധിക ഭാഗവും ചെലവഴിക്കുന്നത് എപ്പോഴാണ്? ഈ ഒരു വേളയിലായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ചില റിപ്പോർട്ടുകളിൽ 2 വർഷം എന്നുണ്ട്, ചില ചരിത്ര റിപ്പോർട്ടുകളിൽ 3 വർഷം എന്നുണ്ട്. എന്തായാലും 3 വർഷത്തോളം ഈ ഉപരോധം നീണ്ടു നിന്നു. അവർക്ക് ഭക്ഷണം സാധനങ്ങളില്ല, കൊടുക്കൽ വാങ്ങൽ നടക്കില്ല. സാമൂഹികമായും സാമ്പത്തികമായും ഒക്കെ ഇവരൊറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഉപരോധം. അവർ കഴിയുന്നത് എവിടെയാണ്? ഈ ഒരു താഴ്വാരത്തിന്റെ ഭാഗത്താണ് എന്നുള്ളതാണ്. അവസാനം ആടുമാടുകൾ കാഷ്ടിക്കുന്ന പോലെ, പച്ചിലകൾ ഭക്ഷണം കഴിച്ച് ആടുമാടുകൾ കാഷ്ടിക്കുന്ന പോലെ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് കാഷ്ടിച്ചിട്ടുണ്ട് എന്ന് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. ഈ ഒരു സമയത്ത് മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പിന്നീട് പിൽക്കാലത്ത് പറയുന്ന ഒരു സംഭവമുണ്ട്. അഥവാ ശഅബ് അബി ത്വാലിബിൽ 3 വർഷം ശത്രുക്കളായ ആളുകൾ ഉപരോധിച്ചപ്പോൾ, ശരിക്കും ശ്രദ്ധിക്കണേ, മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പറയാണ്, 3 വർഷം ഉപരോധിച്ച സമയത്ത് വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല. അത്രത്തോളം വലിയ പട്ടിണിയാണ്, വലിയ ദാരിദ്ര്യമാണ്. അപ്പൊ വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഒരു രാത്രി എന്റെ ഉറക്കം നഷ്ടപ്പെട്ടു. അപ്പൊ മൂത്രമൊഴിക്കാൻ വേണ്ടി ഒരു ഭാഗത്ത് വന്ന് ഞാൻ മൂത്രമൊഴിക്കാണ്. മൂത്രമൊഴിക്കുന്ന സമയത്ത് ആ മൂത്രം നിലത്തല്ല വീഴുന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ മൂത്രമൊഴിക്കുന്ന സമയത്ത് വേറെ ഏതോ ഒരു ഭാഗത്താണ് ഈ മൂത്രം തട്ടുന്നത്. അപ്പൊ ഞാൻ രാത്രിയാണ്, എന്താന്ന് മനസ്സിലാകണില്ല. ആ ഭാഗത്ത് തപ്പിയപ്പോൾ എന്ത് ചെയ്തു? ഒരു ഒട്ടകത്തിന്റെ തോൽ കഷ്ണം കിട്ടി. വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട ഒരു ഒട്ടകത്തിന്റെ തോൽ കഷ്ണം എനിക്ക് കിട്ടി. ഞാൻ അത് കൊണ്ടുവന്ന് എൻ്റെ ടെന്റിലേക്ക് കൊണ്ടുവന്ന് അത് ഞാൻ വൃത്തിയാക്കി കഴുകി. അത് കഴുകിയതിന് ശേഷം വെള്ളം ചൂടാക്കി
ആ ഒട്ടകത്തിന്റെ മാംസം, ആ തോൽ എന്ത് ചെയ്തു, ആ വെള്ളത്തിലേക്ക് ഇട്ട് അത് അലിഞ്ഞു വന്ന സമയത്ത് അത് ചെറുതാക്കി മുറിച്ച് 3 ദിവസം പിന്നീട് ഭക്ഷണം അതായിരുന്നു. അത് അത്രത്തോളം വലിയ പട്ടിണിയാണ്. നമുക്ക് കേൾക്കുമ്പോൾ ഒരു അറപ്പും വെറുപ്പും തോന്നുന്നുണ്ടെങ്കിൽ വിശപ്പിന്റെ കാഠിന്യം മൂലം എന്താണോ ഉള്ളത്, എന്താണോ കിട്ടുന്നത്, അത് കടിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറി. മഹാനായ ചരിത്ര പണ്ഡിതൻ ഇബ്നു ഇസ്ഹാഖ് റഹ്മത്തുള്ളാഹി പോലെയുള്ള ആളുകൾക്ക് പറയുന്നുണ്ട്, ഹത്താ കാന യുസ്മഉ അസ്വാത സിബിയാനിഹി മിൻ വറാഇ ശഅബിൻ മിനൽ ജൂ. വിശപ്പിന്റെ കാഠിന്യം മൂലം ബനു ഹാഷിം ഗോത്രത്തിലെ പിഞ്ചു മക്കളുടെ വിശന്നുകൊണ്ടുള്ള കരച്ചിൽ ആ താഴ്വാരത്തിന്റെ അങ്ങേ അറ്റത്ത് നിന്ന് കേൾക്കാൻ കഴിയുമായിരുന്നു. അത്രത്തോളം വലിയ പട്ടിണിയാണ്, അത്രത്തോളം വലിയ പ്രയാസമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ കുട്ടികളുടെ കരച്ചിൽ, ഈ കുട്ടികളുടെ തേങ്ങൽ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഒരു കുട്ടി കരഞ്ഞാൽ നമസ്കാരം പെട്ടെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനിപ്പിക്കുമായിരുന്നു. എന്നാൽ വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഈ മക്കളുടെ കരച്ചിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ പ്രയാസം ഉണ്ടായ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ആകാശത്തേക്ക് കൈയുയർത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാർത്ഥന നിർവഹിക്കുന്നുണ്ട്. ഈ കരാർ എഴുതിയ വ്യക്തിക്കെതിരെ, മക്കയിലെ മുശ്രിക്കീങ്ങൾ ഈ കരാർ എഴുതി അവർ കഅബയിൽ സൂക്ഷിച്ചു എന്ന് പറഞ്ഞില്ലേ, ഈ കരാർ എഴുതിയ വ്യക്തിക്കെതിരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു. പിന്നീട് അയാളുടെ കൈ ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല. ചരിത്രത്തിൽ 2 റിപ്പോർട്ടുകളാണുള്ളത്. ഒന്ന്, ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു മൻസൂർ ബിൻ ഇക്രിമ എന്ന് പറയുന്ന വ്യക്തിയാണ് അത് എഴുതിയതെന്നുള്ളത്. മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു അന്നദർ ബിൻ ഹാരിസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. എന്തായാലും ഇവര് 2 പേരിൽ ഒരാളാണ് ആ കരാർ എഴുതിയത്. ആ എഴുതിയ വ്യക്തിയുടെ കൈ പിന്നീട് ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വ്യക്തിക്കെതിരെ പിന്നീട് പ്രാർത്ഥിച്ചു. ആ കാരണം കൊണ്ട് അയാളുടെ കൈ ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല. അഥവാ മക്കക്കാരിൽ നിന്ന് ഒന്നും അവർക്ക് വാങ്ങാൻ കഴിയില്ല. മക്കക്കാരായ ആളുകളിൽ നിന്ന് ഒന്നും വാങ്ങാൻ, ഒരു സാധനം പോലും വാങ്ങാൻ കഴിയില്ല. ഇനി മക്കക്ക് പുറത്തുള്ള ആളുകളാണെങ്കിലോ, മക്കക്ക് പുറത്തുള്ള ആളുകൾ ഹജ്ജിനും ഉംറയ്ക്കൊക്കെ വേണ്ടിയിട്ട് കഅബാലയത്തിന്റെ ഭാഗത്ത് വരും. ഇവര് മക്കയിലേക്ക് വരുന്ന സമയത്ത് തന്നെ ഈ അബൂജഹൽ ചെയ്യുന്ന പണി എന്താ? അബൂജഹൽ നേരെ പോയിട്ട് ഇവരോട് പറയും, ആ താഴ്വാരത്ത് കുറച്ച് ആളുകളുണ്ട്, അവര് മക്കയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകളാണ്, ഇവരുമായി കൊടുക്കൽ വാങ്ങൽ നടത്താൻ പാടില്ല, ഇവരുമായി കച്ചവടം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ് അബൂജഹൽ വന്ന് പറയും. ഇനി അതിനെല്ലാം ഭേദിച്ചുകൊണ്ട്, അതൊന്നും വകവെക്കാതെ ആരെങ്കിലും ആ താഴ്വാരത്തുള്ള മുസ്ലിമീങ്ങളുമായി അല്ലെങ്കിൽ ബനു ഹാഷിം ഗോത്രക്കാരുമായി കച്ചവടം നടത്താൻ വേണ്ടി വന്നാല് 2 or 3 ഇരട്ടി പണം നൽകിയിട്ട് എന്ത് ചെയ്യും? അബൂജഹൽ അത് വാങ്ങും. അബൂജഹലിന് അത് ആവശ്യമില്ലെങ്കിലും അത് വാങ്ങും. അഥവാ എങ്ങനെയൊക്കെ ബനു ഹാഷിം ഗോത്രത്തെ പ്രയാസപ്പെടുത്താൻ കഴിയോ അങ്ങനെയൊക്കെ പ്രയാസപ്പെടുത്താൻ ആര് നോക്കിയിട്ടുണ്ട്? അബൂജഹൽ നോക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു സമയത്തും മുസ്ലിമീങ്ങൾക്ക് പ്രയാസം ഉണ്ടാകുമ്പോഴും ഖുറൈശികളുടെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? രാത്രി ആരും അറിയാതെ ചില സഹായങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്ത് ചെയ്തിട്ടുണ്ട്? ഖുറൈശി ഗോത്രത്തിലെ ചില ആളുകൾ ചെയ്തിട്ടുണ്ട്. അഥവാ മുസ്ലിമീങ്ങളോടുള്ള സഹതാപം കൊണ്ട്, മുസ്ലിമീങ്ങളോടുള്ള ഈ ഒരു അവസ്ഥ കണ്ട് സഹിക്കാൻ കഴിയാതെ ഖുറൈശി ഗോത്രത്തിലെ ചില ആളുകൾ, അഥവാ ഉപരോധത്തോട് മനസ്സുകൊണ്ട് വെറുപ്പുള്ള ആളുകൾ, അത് പരസ്യമാക്കിയിട്ടില്ല, ആ ഉപരോധം അവര് പരസ്യമാക്കിയിട്ടില്ല, ആ ഉപരോധത്തോടുള്ള വെറുപ്പ് മനസ്സിൽ വെച്ച ചില ആളുകൾ എന്ത് ചെയ്തു? രാത്രി ആരും അറിയാതെ ഇരുട്ടിന്റെ മറവിൽ മുസ്ലിമീങ്ങളെ സഹായിച്ചു. അതിൽ പ്രധാനപ്പെട്ട 3 ആളുകളാണുള്ളത്. ആരൊക്കെയാണ് 3 ആളുകൾ? പണ്ഡിതന്മാര് പറയാണ്. ഒന്നാമത്തെ വ്യക്തി ഹക്കീം ബിൻ ഹിസാം റളിയല്ലാഹു അൻഹു. ഇദ്ദേഹം സ്വഹാബിയായിട്ട് പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ച് മുസ്ലിം ആയിട്ടുണ്ട്. ആരാണ് ഹക്കീം ബിൻ ഹിസാം എന്ന് പറയുന്ന വ്യക്തി? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1ാമത്തെ ഭാര്യ. ആരാ? ഖദീജ ബീബി. ഖദീജ ബീബിയുടെ സഹോദരനാണ് ഹിസാം. ഹിസാമിന്റെ മകനായിരുന്നു ഹക്കീം. ഒരുപാട് പ്രത്യേകതയുള്ള സ്വഹാബിയാണ്. ഹർബുൽ ഫിജാറിൽ പങ്കെടുത്ത വ്യക്തിയാണ് ആര്? ഹക്കീം ബിൻ ഹിസാം. അള്ളാന്റെ റസൂൽ 15ാമത്തെ വയസ്സിൽ പങ്കെടുത്ത യുദ്ധമാണ് ഹർബുൽ ഫിജാർ. നബിയുടെ നുബുവത്തിന് മുമ്പുള്ള ജാഹിലിയ നബിയുടെ മുമ്പുള്ള ജീവിതം വിശദീകരിച്ചപ്പോ നമ്മുടെ ഹർബുൽ ഫിജാറിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട്, അതിലേക്ക് കടക്കണില്ല. അപ്പൊ ഹർബുൽ ഫിജാറിൽ പങ്കെടുത്ത വ്യക്തിയാണ് ആരെ? ഹക്കീം ബിൻ ഹിസാം എന്ന് പറയുന്ന വ്യക്തി റസൂലുള്ളാഹിന്റെ കൂട്ടുകാരനായിരുന്നു, അറിയപ്പെട്ട കച്ചവടക്കാരനായിരുന്നു. ഹിജറ 54 ഈ പറയപ്പെട്ട വ്യക്തി മരണപ്പെടുന്നത്. ഇനി ഇതൊന്നും അല്ലാത്തൊരു പ്രത്യേകത.
വേറൊരാൾക്കും ലഭിക്കാത്തൊരു പ്രത്യേകത ഈ വ്യക്തിക്കുണ്ട്. ആരാ ഉത്തരം പറയാം? ഉറക്കനെ പറയും. തരാൻ സമ്മാനമൊന്നുമില്ല, പക്ഷെ എന്നാലും പറഞ്ഞോളൂ, ഇത് പ്രാർത്ഥന തരാം. വേറൊരാൾക്കും ഇല്ലാത്ത പ്രത്യേകത ഇയാൾക്കുണ്ട്. കാബക്കുള്ളിൽ ജനിച്ച ഏക വ്യക്തി ആരാണ്? ഹക്കീം ഇബ്നു ഹിസാം എന്ന് പറയുന്ന വ്യക്തി. ചില ആളുകളൊക്കെ എന്ത് പറയാറുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും കാബന്റെ ഉള്ളിലാണ് ജനിച്ചതെന്ന് പറയുന്നുണ്ട്. അത് ശരിയല്ല. കാബന്റെ ഉള്ളിൽ ജനിച്ച ഏക വ്യക്തി ആരാണ്? ഹക്കീം ഇബ്നു ഹിസാം എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്, രാത്രി ആരും അറിയാതെ ഇരുട്ടിന്റെ മറവിൽ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് അബൂജഹൽ പിടിക്കുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. രണ്ടാമത്തെ വ്യക്തി മുതഇബ് ബിൻ അദി എന്ന് പറയുന്ന വ്യക്തിയാണ്. അഥവാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും പ്രധാനപ്പെട്ട പല നിർണായക സ്ഥലങ്ങളിലും നബിയെ സഹായിച്ചത് ആരാണ്? മുതഇബ് ബിൻ അദി എന്ന് പറയുന്ന വ്യക്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മാന്റെ നാടായ ത്വായിഫിലേക്ക് നാട് വിട്ടുപോയി. ആ ത്വായിഫിലെ ആളുകൾ സഹായിക്കും എന്ന് കരുതി ത്വായിഫിലേക്ക് പോയപ്പോ ത്വായിഫിലെ ആളുകൾ എന്ത് ചെയ്തു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എറിഞ്ഞോടിച്ചു. പിന്നീട് ചരിത്രം എന്താണ്? നബി നേരെ എവിടേക്ക് വരുന്നത്? മക്കയിലേക്ക് വന്നു എന്നുള്ളതാണ്. പക്ഷെ നേരെ മക്കയിലേക്ക് കയറാൻ ആർക്ക് കഴിഞ്ഞിട്ടില്ല? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ അബുസീനയിലേക്ക് ഹിജറ പോയപ്പോ ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം വിശദീകരിച്ചപ്പോൾ പറഞ്ഞതാണ്, അയാളുടെ ആശയ കേന്ദ്രമാണ്, അല്ലെങ്കിൽ അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗോത്രം എന്നുള്ളത്. ആ ഗോത്രം വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോയാൽ പിന്നീട് അവർക്ക് തിരിച്ചു വരണമെങ്കിൽ എന്ത് വേണം? ആരെങ്കിലും കഫാലത്ത് ഏറ്റെടുക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ ഗോത്രം വിട്ട് തായിഫിലേക്ക് പോയി. പിന്നീട് വീണ്ടും മക്കയിലേക്ക് വരണമെങ്കിൽ ആരെങ്കിലും എന്ത് ചെയ്യണം? കഫാലത്ത് ഏറ്റെടുക്കണം. അത് ഏറ്റെടുക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ട് മക്കയുടെ അതിർത്തിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്നു എന്നുള്ളതാണ്. ആ നിന്ന സമയത്ത് പിന്നീട് നബിക്കുള്ള കഫാലത്ത് കൊടുക്കുന്നത് ആരാണ്? ഈ മുതഇബ് ബിൻ അദി എന്ന് പറയുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ബദറിന്റെ രണഭൂമിയിൽ പിടിക്കപ്പെട്ട 70ഓളം ബന്ദികളായ മുശ്രിക്കുകളെ എന്ത് ചെയ്യണമെന്ന് സ്വഹാബത്തിനോട് അഭിപ്രായം ചോദിക്കുന്നുണ്ട്. പല ആളുകളും പല അഭിപ്രായം പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു മോചന ദ്രവ്യം വാങ്ങി വിടാം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു അല്ല, അവരെ തല വെട്ടണം എന്ന രൂപത്തിലൊക്കെ പല സ്വഹാബത്ത് അഭിപ്രായം പറഞ്ഞു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മുതൈമ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മുതൈമ എന്നോട് ഇവരെല്ലാ ആളുകളും വെറുതെ വിടാൻ പറഞ്ഞാൽ ഞാൻ വിടുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട പല നിർണായക സമയങ്ങളിലും റസൂലുള്ളാഹിനെ സഹായിച്ച വ്യക്തിയാണ് ആരെ? മുതഇബ് ബിൻ അദിയെ. ഈ വ്യക്തിയുടെ വേറെയും ചില ചരിത്രങ്ങളുണ്ട്. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയിഷ ബീവി ആയിട്ടുള്ള കല്യാണം പറഞ്ഞിട്ട് ആളുകൾ കളിയാക്കാറുണ്ട്. പ്രവാചകൻ ചെറിയ പ്രായത്തിലുള്ള ആയിഷ ബീവിയെ കല്യാണം കഴിച്ചു എന്നുള്ളത്. ശരിക്ക് നബി ആയിഷ ബീവിനെ കല്യാണം ആലോചിക്കുന്നതിന് മുമ്പ് ആദ്യം കല്യാണം ആലോചിച്ചത് ആരാണ്? ഈ മുതീമിന്റെ മകനായ ജുബൈർ ബിൻ മുതഇം എന്ന് പറയുന്ന വ്യക്തിയാണ്. മുതീമിന്റെ മകൻ ജുബൈർ ആണ് ആദ്യം കല്യാണം ആലോചിക്കുന്നത്. പിന്നെ അത് അവർ ഒഴിവാക്കി, ചില കാരണങ്ങൾ കൊണ്ട് അത് ഒഴിവാക്കി. പിന്നീടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കല്യാണം കഴിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ആദ്യ കാലങ്ങളിൽ അതെന്തല്ല, ഒരു പ്രശ്നമുള്ള വിഷയമല്ല. നബിക്ക് മുമ്പ് തന്നെ മുതീമിന്റെ മകനായ ജുബൈർ കല്യാണം ആലോചിച്ചിട്ടുണ്ട് എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. ഈ വ്യക്തിയും രാത്രി ആരും അറിയാതെ ഇരുട്ടിന്റെ മറവിൽ മുസ്ലിമീങ്ങളെ സഹായിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ വ്യക്തി ഹിശാം ബിൻ അംർ എന്ന് പറയുന്ന വ്യക്തി. ഇദ്ദേഹം പിന്നീട് ഇസ്ലാം മതം സ്വീകരിക്കുന്നുണ്ട്. മക്ക വിജയ സമയത്ത് ഹിജറ 8-ാം വർഷം ഈ വ്യക്തി എന്ത് ചെയ്തു? പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ചതായി കാണാൻ കഴിയും. അപ്പൊ ഇവരൊക്കെ ആരാണ്? മക്കയിലെ ഖുറൈശികളായ ആളുകളാണ്. ഈ ഉപരോധത്തോട് മനസ്സുകൊണ്ട് വെറുപ്പുള്ള ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ രാത്രി ആരും അറിയാതെ ഇരുട്ടിന്റെ മറവിൽ ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തത് ഈ 3 പേരായിരുന്നു. ഇങ്ങനെ ഈ ഉപരോധത്തിൽ താഴ്വാരത്ത് നിൽക്കുന്ന ആളുകൾക്ക് രഹസ്യമായി ഭക്ഷണം കിട്ടുന്നുണ്ട് എന്നുള്ള വിവരം അബൂജഹൽ അറിഞ്ഞു. അബൂജഹൽ എന്ത് ചെയ്തു? ചില ചാരന്മാരെ വെച്ചു. ഇവർക്ക് ഭക്ഷണം കിട്ടുന്നുണ്ടോ, അതൊക്കെ ആരാണ് ഏൽപ്പിക്കണത് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യുന്നുണ്ട്? അബൂജഹല് ചില ആളുകളെ നിർത്തിയതായി കൊണ്ടും നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. അങ്ങനെ ഒരു രാത്രി ഈ ഹക്കീം ബിൻ ഹിസാം എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്തു? രാത്രി അദ്ദേഹത്തിന്റെ ഒട്ടകത്തിന്റെ പുറത്ത് മുസ്ലിമീങ്ങൾക്കുള്ള ഭക്ഷണവുമായി കൊണ്ട് താഴ്വാരത്തേക്ക് പോവുകയാണ്. അത് ആര് കണ്ടു? അബൂജഹൽ കണ്ടു. അബൂജഹലിന്റെ ചോദ്യം, എവിടേക്കാണ് ഇത്ര വലിയ സാധനങ്ങളൊക്കെ ആയിട്ട്? ഹക്കീം പറഞ്ഞു ഇതിന്റെ കുടുംബത്തിനുള്ളതാണെന്ന് പറഞ്ഞു. അദ്ദേഹം കളവെന്നല്ല പറഞ്ഞത്, ഇതിന്റെ കുടുംബത്തിനാണെന്ന് പറഞ്ഞു. കാരണം ഹക്കീമിന്റെ
പിന്നെ ഉപ്പാന്റെ സഹോദരിയാണ് ആരെ ഖദീജ ബീവി. ശരിക്കും ശ്രദ്ധിക്കണേ, ഹക്കീമിന്റെ ഉപ്പായ ഹിസാമിന്റെ സഹോദരിയാണ് ഖദീജ ബീവി. അപ്പൊ പറഞ്ഞത് എന്താ, കുടുംബത്തിനുള്ളതാണെന്ന് പറഞ്ഞിട്ട് പോയി. പക്ഷെ അബൂജഹൽ അത് സമ്മതിച്ചില്ല. ഈ ഒരു വേളകളിൽ ആ ഒരു സമയത്ത് അവിടേക്ക് അബുൽ ബുഖ്തരി എന്ന് പറയുന്ന വ്യക്തി വന്നു. അബുൽ ബുഖ്തരി എന്ന് പറഞ്ഞാൽ ഖുറൈശികളായ ആളുകൾ സ്ഥാനം കൊണ്ടും മാനം കൊണ്ടും വലിയ പ്രാധാന്യം കൊടുത്ത വ്യക്തിയാണ് അബുൽ ബുഖ്തരി എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം വന്നിട്ട് അബൂജഹലിനോട് പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ കുടുംബത്തിനുള്ളതല്ലേ, നിങ്ങൾ വിട്ടുനിൽക്കും, എന്തിനാണ് ഇങ്ങനെ ഈ രൂപത്തിൽ പ്രയാസപ്പെടുത്തുന്നത്, അതുകൊണ്ട് ഹക്കീമിന്റെ പാടിലേക്ക് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അബുൽ ബുഖ്തരി അവിടെ വെച്ച് സംസാരിക്കുന്നതായിക്കൊണ്ടും നമുക്ക് കാണാൻ കഴിയും. എന്നാലും പിന്നീട് എന്ത് ചെയ്തു, അബൂജഹല് താഴ്വാരത്തേക്ക്, ആ വാതിന്റെ ഭാഗത്തേക്ക് ഒരു തരി ഭക്ഷണം പോലും എത്താതിരിക്കാൻ വേണ്ടി കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയും അവർ പ്രയാസപ്പെടുത്തിയപ്പോ അബൂ താലിബ് ഒരു കവിത ചൊല്ലുന്നുണ്ട്. അബൂ താലിബ് ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ട കവിയാണ്. അവിടെ ശരിക്കും കവിത എന്ന് പറയുമ്പോൾ ഇന്ന് നമുക്കൊരു പബ്ലിക്കിന്റെ ഇടയിലേക്ക് ഒരു വിഷയം എത്തിക്കണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ലൈവ് ഇട്ടാൽ മതി. അത് എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ടോ അതേപോലെ അന്ന് സ്വാധീനിച്ച വിഷയമാണ് കവിത എന്നുള്ളത്. അതുകൊണ്ട് അബൂ താലിബ് എന്ത് ചെയ്തു, ഖുറൈശികളായ ആളുകളെ കുറിച്ച് ഒരു വലിയൊരു കവിത രചിക്കുന്നതായിക്കൊണ്ടും ചരിത്രത്തിൽ കാണാൻ കഴിയും. എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സമയം എന്ത് ചെയ്യാണ്, ഉപയോഗപ്പെടുത്താണ്. ഹജ്ജിന് വരുന്ന ആളുകൾക്ക് ദഅവത്ത് ചെയ്യാൻ വേണ്ടി, ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർ ശ്രമിച്ചു. പിന്നീട് ഈ ഉപരോധം അവസാനിപ്പിക്കാൻ വേണ്ടി മക്കയിലെ ഖുറൈശികളായ ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ചില ആളുകൾ മുന്നിട്ടിറങ്ങാൻ തുടങ്ങി. ഈ ഉപരോധം എത്രയായി, ഒരു വർഷം കഴിഞ്ഞ്, 2 വർഷം കഴിഞ്ഞ്, 3-ാമത്തെ വർഷം എത്തി. 3 വർഷം ഒരു നിലക്ക് അവർക്ക് കഴിക്കാൻ ഭക്ഷണമില്ല, ഒരു നിലക്കും അവർക്ക് എന്ത് ചെയ്യണില്ല, ജീവിക്കാൻ അനുവാദമില്ലാത്ത വളരെ പ്രയാസകരമായ സന്ദർഭങ്ങളിൽ ഉപരോധം ഇങ്ങനെ നീണ്ടുപോയപ്പോ ഖുറൈശികളായ ആളുകൾക്ക് പോലും അലിവ് തോന്നി, ഖുറൈശികളായ ചില ആളുകൾക്ക് പോലും അനുകമ്പ തോന്നി. അവര് മുന്നിട്ടിറങ്ങാൻ തുടങ്ങി. അതിൽ ആദ്യമായി മുന്നിട്ടിറങ്ങിയ വ്യക്തി ഹിശാം ബിൻ അംർ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഹിശാം ബിൻ അംർ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്നർത്ഥം സൂചിപ്പിച്ചു. ഇദ്ദേഹം മക്കം വിജയ സമയത്ത് ഇസ്ലാം മതം സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ അന്ന് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടൊന്നുമില്ല. മനസ്സിന്റെ അനുകമ്പ കൊണ്ട്, മനസ്സിന്റെ അലിവ് കൊണ്ട് അദ്ദേഹം ചെയ്തു, മുന്നിട്ടിറങ്ങി. അദ്ദേഹം ആദ്യം ചെയ്തത് ബനു മഖ്സൂം ഗോത്രത്തിലെ സുഹൈർ ബിൻ അബി ഉമയ്യ എന്ന് പറയുന്ന വ്യക്തിന്റെ അരികിലേക്ക് പോയി. ആരുടെ ഗോത്രമാണ്? ബനു മഖ്സൂം ഗോത്രം. അബൂജഹലിന്റെ ഗോത്രമാണ്. മാഷാ അല്ലാഹ്, അബൂജഹലിന്റെ ഗോത്രമാണ് ബനു മഖ്സൂം. ആ ബനു മഖ്സൂം ഗോത്രത്തിലെ സുഹൈർ ബിൻ അബി ഉമയ്യ എന്ന് പറയുന്ന വ്യക്തിന്റെ അരികിലേക്ക് ആദ്യം ഹിശാം പോയി. ശരിക്കും ശ്രദ്ധിക്കണേ, ആദ്യം പോകുന്നത് ഹിശാം ആരുടെ അരികിലേക്കാണ്? സുഹൈറിന്റെ അരികിലേക്കാണ്. സുഹൈറിന്റെ അരികിലേക്ക് പോകാൻ ഒരു കാരണമാണ്. എന്താ കാരണം എന്ന് ചോദിച്ചാല്, സുഹൈറിന്റെ ഉമ്മ ആത്തിക്ക റസൂലുള്ളാഹിന്റെ അമ്മായിയാണ്. സുഹൈറിന്റെ ഉമ്മ ആത്തിക്ക റസൂലുള്ളാഹിന്റെ അമ്മ, അഥവാ റസൂലുള്ളാഹിന്റെ ഉപ്പ അബ്ദുള്ളന്റെ സഹോദരിയാണ് ആത്തിക്ക. അപ്പൊ ഹിശാം പോയിട്ട് സുഹൈറിനോട് പറയാണ്, നിന്റെ അമ്മാവന്മാരായ ആളുകൾ, ഉമ്മാന്റെ സഹോദരന്മാരായ ആളുകൾ, അഥവാ സഹോദരന്മാർ ഉദ്ദേശിക്കുന്ന ആരെയാണ്? അബൂ താലിബ്, പിന്നെ ഈ ആത്തിക്കന്റെ സഹോദരനാണ്. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ഉമ്മാന്റെ സഹോദരനാണ്. ഖാലിദ് ബിൻ വലീദ് ഉമ്മാന്റെ സഹോദരന്മാരാണ്, അഥവാ റസൂലുള്ളാഹിന്റെ സഹോദരന്മാരാണ് ഇവരൊക്കെ. അപ്പൊ ആത്തിക്കന്റെയും സഹോദരന്മാരാണ്. അപ്പൊ ഉമ്മാന്റെ സഹോദരന്മാർ, നിന്റെ അമ്മാവന്മാരായ ആളുകൾ ആ താഴ്വാരത്ത് 2-3 കൊല്ലായി പ്രയാസപ്പെടുന്നു. അവര് പട്ടിണി കിടക്കുന്നുണ്ട്. നീ ആണെങ്കിൽ സുഭിക്ഷമായി ഇവിടെ ഭക്ഷണം കഴിക്കുന്നു. നിനക്ക് ലജ്ജല്ലേ? ഇതാണോ നിന്റെ ആദിത്യ മര്യാദ? ഇതാണോ നിന്റെ കുടുംബ ബന്ധം? എന്ന രൂപത്തിലൊക്കെ എന്ത് ചെയ്തു, ഈ ഹിശാം ബിൻ അംർ ചോദിക്കാൻ ചോദിച്ചു. അപ്പോ സുഹൈർ ആ സമയത്ത് പറഞ്ഞത്, വൈഹക്, നിനക്ക് നാശം, നീ എന്താണ് എന്നെ കുറിച്ച് വിചാരിച്ചത്? ഞാൻ ഇവിടെ സന്തോഷിച്ചിരിക്കണമെന്നാണ്. എനിക്ക് അതിനെതിരെ പോരാടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് ഞാൻ എന്ത് ചെയ്യാനാണ്? അതുകൊണ്ട് മിണ്ടാതിരിക്കുകയാണ്. ഹിശാം പറയാണ്, സുഹൈറെ, നീ മുമ്പിലുണ്ടെങ്കിൽ ഞാൻ നിന്റെ പുറകുണ്ട്, ഞാൻ നിന്റെ കൂടെ ഇറങ്ങാം. അങ്ങനെ അവർ 2 പേരും അത് തീരുമാനിച്ചു, ഉപരോധത്തിന് എതിരെ പ്രവർത്തിക്കാൻ വേണ്ടി. ഇവർ 2 പേരും മാത്രം പോരാ, നേരെ മുത്തൈമിൻ അദീന്റെ അരികിലേക്കും പോയി. മുത്തൈമും പിന്നെ ബനു ഹാശിം ഗോത്രവുമായി ബന്ധമുണ്ട്. റസൂലുള്ളാഹിന്റെ വല്യുപ്പാന്റെ പേരെന്താ? റസൂലുള്ളാഹിന്റെ ഉപ്പ അബ്ദുള്ള, അബ്ദുള്ളാഹിന്റെ ഉപ്പ അബ്ദുൽ മുത്തലിബ്. ഈ അബ്ദുൽ മുത്തലിബിന്റെ സഹോദരനാണ് നൗഫൽ. നൗഫലിന്റെ പേരക്കുട്ടിയാണ് മുത്തൈമ. അബ്ദുൽ മുത്തലിബിന്റെ സഹോദരനാണ് നൗഫൽ, നൗഫലിന്റെ പേരക്കുട്ടിയാണ് മുത്തൈം. അങ്ങനെ ഒരു ബന്ധവും ബനു ഹാഷിം ഗോത്രവുമായി മുത്തൈമിനുണ്ട്. മുത്തൈമിനോട് പോയിട്ടും ഈ വിവരം പറഞ്ഞു. മുത്തൈമും കൂടെ വരാന്ന് പറഞ്ഞു.
പിന്നെ അവര് പോയി അബുൽ ബുഖ്തരി എന്ന് പറയുന്ന ആളുടെ അരികിലേക്ക് പോയി. ആരാ അബുൽ ബുഖ്തരി? ഞാൻ നേരത്തെ പറഞ്ഞു. ആരെ? ഹക്കീം ബിൻ ഹിസാം ഭക്ഷണം രാത്രി കൊണ്ടുപോകുമ്പോ അബൂ ജഹൽ പിടിച്ചു എന്ന് പറഞ്ഞില്ലേ? ആ സമയത്ത് പിന്നെ അദ്ദേഹത്തിന് ഹക്കീമിന് വേണ്ടി വാദിച്ചത് ആരാണ്? അബുൽ ബുഖ്തരി എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം കൂടെ കൂടി. പിന്നെ സംഅത്ത് ബിൻ അസ്വദ് എന്ന് പറയുന്ന വ്യക്തിയും കൂടി അവരൊരു പ്ലാൻ തീരുമാനിക്കാണ്. എന്ത് ചെയ്യണം? നാളെ രാവിലെ പോയി കഅബാലയത്തിന്റെ ഭാഗത്ത് പോയി ചില കാര്യങ്ങൾ നടത്തണം. അപ്പൊ അതിനാദ്യം തന്നെ പിന്നെ എന്തൊക്കെ അവിടെ സംസാരിക്കണം, എങ്ങനെയൊക്കെ പെരുമാറണം എന്ന രൂപത്തിൽ അവരൊരു കാര്യം തീരുമാനിച്ചു. അതിനു വേണ്ടി അവരിരുന്ന ഭാഗം മക്കയിൽ അൽ ഹജൂൻ എന്ന് പറയുന്ന ഭാഗത്താണ്. മക്കയിൽ അൽ ഹജൂൻ എന്ന് പറയുന്ന ഭാഗത്താണ് അവരിയ്ക്കുന്നത്. ഈ ഒരു ഭാഗം കണ്ടിട്ട് എവിടെ നിന്ന് മനസ്സിലാകുന്നുണ്ടോ? ഇതിപ്പോ ഇന്നത്തെ ചിത്രമാണ്, അന്ന് ഇങ്ങനെ അല്ലായിരുന്നു. അൽ ഹജൂൻ അഥവാ മക്ബറത്തുൽ മഅല്ല എന്ന് കണ്ടിട്ടില്ലേ? പിന്നെ ജിന്നുവള്ളിന്റെ അടുത്തുള്ള മക്ബറ. റസൂലുള്ളാഹിന്റെ ഭാര്യ ഖദീജ ബീവിന്റെയും റസൂലുള്ളാഹിന്റെ മകൻ കാസിമിന്റെ ഒക്കെ മയ്യത്ത് മറമാടിയത് ഈ മക്ബറന്റെ ഭാഗത്താണ്. ഏകദേശം ഈ ഒരു ഭാഗത്താണ് അൽ ഹജൂൻ എന്ന് പറയുന്ന സ്ഥലം ഉണ്ടായിരുന്നത്. അവിടെ രാത്രി ഈ 5 ആളുകൾ പോയിട്ട് അവിടെ ഇരുന്ന് പ്ലാൻ ചെയ്തു. നാളെ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ സംസാരിക്കണം, ആരോടൊക്കെ ആരൊക്കെ എന്തൊക്കെ സംസാരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ പ്ലാൻ ചെയ്ത് രാത്രി അൽ ഹജൂന്റെ ഭാഗത്ത് അവരിരുന്ന് പിറ്റേ ദിവസം അവർ കഅബാലയത്തിന്റെ ഭാഗത്ത് വന്നു. കഅബാലയത്തിന്റെ ഭാഗത്ത് വന്ന് ഇവർ ചെയ്ത പണി എന്തെന്നറിയും? ശരിക്കും ശ്രദ്ധിക്കണേ. ഈ 5 ആളുകളും കഅബാലയത്തിന്റെ ഓരോ മൂലയിലും പോയിരുന്നു. ഒരുമിച്ചിരുന്നില്ല. ഒരുമിച്ചിരിക്കുമ്പോൾ എന്ത് ചെയ്യും? ഇവര് പ്ലാൻ ചെയ്ത് വന്നതാണെന്ന് മനസ്സിലാകും. ഓരോ ആളുകളും ഓരോ മൂലയിൽ പോയിരുന്നു, ഓരോ ഭാഗത്ത് പോയിരുന്നു. ഓരോ ഭാഗത്തിരുന്ന് ആദ്യം സംസാരം ആരംഭിക്കുന്നത് സുഹൈർ ബിൻ അബി ഉമയ്യ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം കഅബാലയം തവാഫ് ചെയ്തതിനു ശേഷം ഖുറൈശികളായ ആളുകളുടെ നേരേക്ക് തിരിഞ്ഞു. എന്നിട്ട് പറയാണ്, മക്കക്കാരെ, ബനു ഹാഷിമിലെ ആളുകൾ ആ കാണുന്ന താഴ്വാരത്ത് പ്രയാസപ്പെടുന്നുണ്ട്. അവർ വർഷങ്ങളോടായി പ്രയാസപ്പെടുന്നു. കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല, വലിയ പ്രയാസങ്ങളാണ്. നമ്മളാണെങ്കിൽ സുഭിക്ഷമായി ഇവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇതെന്ത് ബന്ധമാണ്? ഇത് കാബന്റെ പരിപാലകരായി നമുക്ക് ചേർന്ന രൂപമല്ല ഇത്. അതുകൊണ്ട് ആ ഉപരോധം അവസാനിപ്പിക്കണം എന്ന് ആദ്യം പറഞ്ഞത് ആരാണ്? സുഹൈർ ബിൻ അബി ഉമയ്യ. ഇതിന് ആദ്യം മുന്നിട്ടിറങ്ങുന്ന വ്യക്തി ആരാണ്? ഹിശാമാണ്. ഹിശാം അപ്പൊ ഒന്നും മിണ്ടിയില്ല. ഇവര് 5 പേരും ഓരോ ഭാഗത്തിരുന്ന് ആദ്യം സംസാരിക്കുന്നത് സുഹൈറാണ്. സുഹൈർ സംസാരിച്ച ഉടനെ തന്നെ ആരെണീറ്റു? സ്വാഭാവികമായിട്ടും എതിർക്കാൻ ആരെണീക്കുക? അബൂ ജഹൽ എണീറ്റു. അബൂ ജഹൽ പറഞ്ഞു, സുഹൈർ നീ കള്ളനാണ്. ഇത് ഒരാളുടെ തീരുമാനമല്ല, ഇത് നമ്മളെല്ലാവരും കൂടി ചേർന്നെടുത്ത തീരുമാനമാണ്. അവർക്കെതിരെ ബനു ഹാഷിം ഗോത്രത്തിനെതിരെയുള്ള ഉപരോധം. അതുകൊണ്ട് ഇത് മാറ്റാൻ കഴിയില്ല. ഇത് പറഞ്ഞ ഉടനെ തന്നെ സമഅത്ത് ബിൻ അസ്വദ് എന്ന് പറയുന്ന ആള് 2ാമത്തെ മൂലയിൽ നിന്നിട്ടു. അദ്ദേഹം പറഞ്ഞു, ഇത് എല്ലാ ആളുകളുടെ മേലേക്കും ചേർക്കൊന്നും വേണ്ട, നിന്റെ സ്വാർത്ഥ താല്പര്യമാണ്. അബൂ ജഹൽ, നിന്റെ തീരുമാനമാണ്, ഞങ്ങൾ എല്ലാ ആളുകളും സമ്മതിച്ചിട്ടൊന്നുമില്ല. നിന്റെ ഒരാളുടെ തീരുമാനം കൊണ്ടാണ് ബനു ഹാഷിമിനെതിരെ ഉപരോധം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് സുഹൈറിനെ കുറ്റപ്പെടുത്തൊന്നും വേണ്ട, അത് നിന്റെ താല്പര്യമാണെന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും മറ്റൊരു ഭാഗത്ത് നിന്ന് എന്ത് ചെയ്തു? അബുൽ ബുഖ്തരി എണീറ്റു. അബുൽ ബുഖ്തരി എണീറ്റിട്ട് പറയാണ്, സുഹൈറും സംഅയും പറഞ്ഞതാണ് ശരി, ഞങ്ങൾ എല്ലാ ആളുകളും അംഗീകരിച്ചിട്ടൊന്നുമില്ല, നിന്റെ ഒരാളുടെ താല്പര്യമാണ്, നീയാണ് ഇതിന് മുന്നിട്ടിറങ്ങിയത്, നീയാണ് അവർക്കെതിരെ ഉപരോധം ഉണ്ടാക്കിയത്, അതുകൊണ്ട് എല്ലാവരിലേക്കും ഇത് ചേർത്തി പറയുന്നു വേണ്ട. അബുൽ ബുഖ്തരി പറഞ്ഞു, പിന്നെ മുത്തീമും പറഞ്ഞു, അവസാനം ആര് പറഞ്ഞു? ഹിശാം ബിൻ അംറും പറഞ്ഞു. ഇതിങ്ങോട്ട് പറഞ്ഞ ഉടനെ അവിടെ ഉണ്ടാകേണ്ട എന്താണ്? സദസ് മുഴുവനും അബൂ ജഹലിനെ എതിരെ തിരിഞ്ഞൊരു പ്രതീതി ഉണ്ടാക്കാണ്. അഥവാ ഇവരെല്ലാവരും ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇവർ പ്ലാൻ ചെയ്ത് വന്നതാണെന്ന് മനസ്സിലാകും. ഈ 5 ആളുകളും കഅബാലയത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പോയിരുന്ന് ഓരോ ഭാഗത്തുനിന്ന് ഓരോരുത്തർ എണീറ്റ് ഇതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോ ആ കഅബന്റെ ഭാഗത്തുണ്ടായിരുന്ന മുഴുവൻ ആളുകളും ഇതിനെതിരെ തിരിഞ്ഞൊരു പ്രതീതി അവിടെ ഉണ്ടാക്കി. പക്ഷെ അബൂ ജഹൽ നല്ല കുതന്ത്രമുള്ള ആളാണ്. അബൂ ജഹൽ പറഞ്ഞു, ഞാൻ ഇത് സമ്മതിക്കൂല, നിങ്ങൾ ഇതിപ്പോ യാദൃശികമായിട്ട് സംഭവിച്ചൊന്നല്ല, നിങ്ങൾ ഇതിനു മുമ്പ് ഇതെല്ലാം തീരുമാനിച്ച് പ്ലാൻ ചെയ്ത് വന്നതാണ് എന്ന് ആര് പറഞ്ഞു? അബൂ ജഹൽ പറഞ്ഞു. അങ്ങനെ ആ ഒരു തർക്കം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് ആര് വരുന്നത്? അബൂ താലിബ് വരുന്നത്. ഇങ്ങനെ തർക്കം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആര് വരികയാണ്? അബൂ താലിബ്. അബൂ താലിബ് വരാനൊരു കാരണമാണ്. അബൂ താലിബ് വരാനുള്ള കാരണം മനസ്സിലാക്കണമെങ്കിൽ ഇതിന്റെ തലേ ദിവസം ഒന്ന് മനസ്സിലാക്കണം. ഈ സംഭവം നടക്കുന്നതിന്റെ തലേ ദിവസം, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
ഈ സംഭവം നടക്കണമെങ്കിൽ തലേ ദിവസം അബൂ താലിബിനോട് വന്നിട്ട് പറയാണ്, പിന്നെ ഇവർ കരാർ എഴുതിയ ആ ഒരു പേപ്പറില്ലേ, കഅബാലയത്തിൽ സൂക്ഷിച്ച ഭാഗം, അതെന്ത് ചെയ്തിട്ടുണ്ട്, ചിതല് തിന്നിട്ടുണ്ട് എന്നുള്ള വഹ്യ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചു. അപ്പോ ഇത് അവരെന്ത് ചെയ്തിട്ടുണ്ട്, ആ ചെതല് തിന്നു പോയിട്ടുണ്ട്, ഇത് താങ്കൾ പോയി നോക്കണം, അങ്ങനെ ചെതല് തിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഉപരോധമില്ല, പിന്നെ ഒഴിവാക്കണം. അപ്പൊ ഇത് നോക്കാൻ വേണ്ടിയിട്ടാണ് ആര് വരുന്നത്, അബൂ താലിബ് വരുന്നത്. അപ്പൊ ഈ അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞ ഉടനെ നബിനോട് ചോദിച്ച ചോദ്യം എന്താണ്, ഇത് നിന്റെ നാഥൻ നിനക്ക് അറിയിച്ചു തന്നതാണോ? നബി പറഞ്ഞു, അത് എന്റെ റബ്ബ് എന്നോട് പറഞ്ഞു, ഞാൻ സ്വപ്നം കണ്ടതൊന്നല്ല, അല്ലെങ്കിൽ എനിക്ക് തോന്നിയതൊന്നല്ല, അള്ളാഹു എനിക്ക് വ്യക്തമായി വഹി അറിയിച്ചു തന്നതാണ്. ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, ചെതല് തിന്നു പോയിട്ടുണ്ട്, താങ്കൾ പോയി നോക്കണം. അത് നോക്കാനാണ് ആര് വരുന്നത്, അബൂ താലിബ്. അപ്പൊ ഇവിടെ എങ്ങനെ എന്ത് ചെയ്യാണ്, ഈ 5 ആളുകള് പിന്നെ മക്കയിലെ ബനു ഹാഷിം ഗോത്രത്തോടുള്ള ഉപരോധം അത് ശരിയല്ല, തെറ്റാണ് എന്നുള്ള പ്രതീതി ഉണ്ടാക്കുന്ന സമയത്ത് ആര് കയറി വന്നു, അബൂ താലിബ് കയറി വന്നു. അബൂ താലിബ് വരുന്ന സമയത്ത് മക്കയിലെ മറ്റുള്ള ആളുകൾക്ക് വല്ലാത്ത സന്തോഷം ഉണ്ടായി. കാരണം അവരുടെ ധാരണ എന്താണ്, അബൂ താലിബ് പിന്നെ പരാജയം സമ്മതിച്ചിട്ടുണ്ട്, നമുക്കിടയിൽ കീഴടങ്ങാനാണ് വരുന്നത് എന്ന് കരുതിയിട്ട് ആളുകളൊക്കെ ചിരിക്കാണ് അബൂ താലിബിനെ കണ്ടപ്പോൾ. അബൂ താലിബ് വന്നിട്ട് അവരോട് പറയാണ്, നിങ്ങൾ എഴുതിയ കരാറ് ചിതല് തിന്ന് നശിച്ചിട്ടുണ്ട് എന്ന് മുഹമ്മദിന്റെ നാഥൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദിനെ പിന്നെ വഹി അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ചെതല് തിന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെന്തില്ല, ഉപരോധമല്ല, പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാം, തിരിച്ച് മക്കയിലേക്ക് തന്നെ ആ താഴ്വാരം വിട്ട് മക്കയിലേക്ക് തന്നെ വരാം. ഇനി അതല്ല, മുഹമ്മദ് പറയണത് സല്ലല്ലാഹു അലൈഹി വസല്ലം കള്ളമാണെങ്കിൽ, അത് കള്ളമാണെങ്കിൽ ഞാൻ മുഹമ്മദിനെ നിങ്ങൾക്ക് വിട്ടുതരാം, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ചെയ്തു. അഥവാ അബൂ താലിബിന് ഉറപ്പാണ്, അബൂ താലിബ് എങ്ങനെയൊക്കെ അബൂ താലിബിനോട് സമ്പത്ത് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, മക്കളെ വാഗ്ദാനം ചെയ്തു, സ്ഥാനമാനങ്ങൾ വാഗ്ദാനം ചെയ്ത സമയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിട്ടുകൊടുത്തിട്ടില്ല. പിന്നെ ഈ ഒരു സമയത്ത് അബൂ താലിബ് പറയാനുള്ള കാരണം എന്താണ്, അബൂ താലിബിന് അറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാഥൻ പറഞ്ഞാൽ അത് സത്യമാണ്, അത് സംഭവിക്കും. അപ്പൊ അങ്ങനെ ഉറപ്പുണ്ടായിട്ടും ഇയാൾ എന്ത് ചെയ്തിട്ടില്ല, ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുക. എന്തായാലും അദ്ദേഹം പറയാണ്, ആ കരാർ എന്ത് ചെയ്തിട്ടുണ്ട്, ചെതല് തിന്നുപോയിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ പിന്നെ കരാറില്ല, ഞങ്ങൾക്ക് തിരിച്ച് മക്കയിലേക്ക് വരാം. ഇനി മുഹമ്മദ് നബി പറയുന്നത് കളവാണെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാം, നിങ്ങളെ കയ്യിലേക്ക് മുഹമ്മദിന് വെച്ച് തരാം, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ചെയ്തു. അപ്പൊ ഇവർക്ക് വല്ലാത്ത സന്തോഷമായി എന്നുള്ളതാണ്. കാരണം മുഹമ്മദ് നബി ഇല്ലാതായാൽ പിന്നെ ഈ പ്രത്യയശാസ്ത്രം പറയാൻ, ഈ ആദർശം പറയാൻ പിന്നെ ലോകത്ത് ആരുമില്ല. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ഉറപ്പാണ്, കാബയിൽ ഇവർ ഭദ്രമായി അടച്ചു വെച്ച ആ ഒരു ഏടുകൾ ചെതല് തിന്നു പോകൂല. കാരണം ചെതൽ ആ ഭാഗം വന്ന് തിന്നൂലല്ലോ, അത് ചെതലിലേക്ക് അവിടേക്ക് ചെതല് വരണമെങ്കിൽ പുറത്ത് ചെതലിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാകണ്ട, അടയാളങ്ങൾ വേണ്ടേ, അതൊന്നും കാബാലയത്തിന്റെ ഒരു ഭാഗത്ത് പോലും ഇല്ല. പിന്നെ ആ ഭാഗം വന്ന് മാത്രം എങ്ങനെ ചെതല് തിന്ന, അപ്പൊ അതിൽ ഇവർക്ക് ഉറപ്പാണ് അത് ചെതല് തിന്നിട്ടില്ല എന്ന് ഉറപ്പായി ഇവരെന്ത് ചെയ്തു, ആ പിന്നെ ഭദ്രമായി അടച്ചു വെച്ച ഏടുകൾ എടുത്ത് നോക്കിയപ്പോ അതിൽ ബിസ്മിക അല്ലാഹുമ്മ എന്ന് എഴുതിയ ഭാഗം മാത്രം ചെതല് തിന്നിട്ടില്ല, ബാക്കി ഇവർ എഴുതിയത് മുഴുവനും ചെതല് തിന്നിട്ടില്ല. ഇവർ ആദ്യം എഴുതിയ സമയത്ത് ബിസ്മിക അല്ലാഹുമ്മ എന്ന് എഴുതിയ ഭാഗം മാത്രം ചെതല് തിന്നില്ല, ബാക്കിയുള്ള ഭാഗങ്ങൾ മുഴുവനും നശിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു പറഞ്ഞിട്ടുണ്ട് വിശ്വാസികളായ ആളുകളെ സഹായിക്കാൻ അള്ളാഹു പല സൈന്യങ്ങളെയും അയക്കാറുണ്ട്. അപ്പൊ ഇവിടെ വിശ്വാസികളെ സഹായിക്കാൻ അള്ളാഹു അയച്ച സൈന്യം ഏതാണ്, ചെതലാണ്. മഹാനായ ആസിം ബിൻ സാബിത്ത് എന്ന് പറയുന്ന ഒരു സ്വഹാബിയുണ്ട്. അദ്ദേഹം മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന്റെ മയ്യത്ത് വികൃതമാക്കാൻ വേണ്ടി ശത്രുക്കളായ ആളുകൾ വന്നപ്പോ അള്ളാഹു സൈന്യമായി പറഞ്ഞയച്ചത് കടന്നലുകളാണ്, തേനീച്ചക്കൂട്ടത്തെയാണ്. ഇപ്പൊ കഅബാലയം പൊളിക്കാൻ വേണ്ടി അബ്രഹത്തും കൂട്ടനും വന്നപ്പോ അള്ളാഹു അയച്ച സൈന്യം ഏതാണ്, അബാബിൽ പക്ഷികളെയാണ്. അതേപോലെ ഇവിടെ വിശ്വാസികളെ സഹായിക്കാൻ വേണ്ടി അള്ളാഹു അയച്ച സൈന്യം ചിതലുകളാണ്. ഇത് കണ്ട ഉടനെ വിശ്വസിക്കുന്നതിന് പകരം മക്കയിലെ മുശ്രിക്കുകൾ പറയാണ്, ഇത് മുഹമ്മദിന്റെ സിഹറാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സാഹിറാണ്, സിഹറാണ്, മാരണക്കാരനാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, അവരതിനെ എതിർക്കാൻ തുടങ്ങി. അപ്പൊ ഇതെന്ത് ചെയ്തു, സ്വാഭാവികമായിട്ടും ആ കരാർ നശിച്ചു പോയി. ആ എഴുതി വെച്ച കരാർ നശിച്ചാൽ പിന്നീട് എന്ത് ചെയ്യാം, മുസ്ലിമീങ്ങൾക്ക് അല്ലെങ്കിൽ ബനു ഹാഷിം ഗോത്രത്തിന് മക്കയിലേക്ക് തന്നെ തിരിച്ചു വരാനുണ്ട്, അവര് തിരിച്ചു വരികയാണ്. അതാണ് ഈ ഉപരോധവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ആ ഉപരോധം കഴിഞ്ഞ് അവർ തിരിച്ച് മക്കയിലേക്ക് വരുമ്പോൾ പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസകരമായ, ഏറ്റവും സങ്കടകരമായ സംഭവങ്ങൾ പിന്നീടാണ് ഉണ്ടാകുന്നത്.
അത് ആമുൽ ഹുസ്ൻ എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ച ദുഃഖ വർഷം എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ റസൂൽ സ്നേഹിച്ച രണ്ടാളുകളുടെ മരണങ്ങളാണ്. ഒന്ന് ഖദീജ ബീവിന്റെ, രണ്ട് അബൂ താലിബിന്റെ. ഈ രണ്ടാളുകളുടെ മരണങ്ങളാണ് പിന്നീട് നടക്കുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് അത് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അപ്പൊ എന്തായാലും പിന്നെ ഈ ഉപരോധ കാലഘട്ടത്തിൽ നമുക്ക് വിശ്വാസികളായ നമുക്ക് തരുന്ന ചില പാഠങ്ങളുണ്ട്, നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ചില പാഠങ്ങളുണ്ട്. ഒന്ന് എന്താ വെച്ചാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നുപോയ അതേ സാഹചര്യത്തിലൂടെ ഖിയാമത്ത് നാൾ വരെ വിശ്വാസികളായ ചില ആളുകളൊക്കെ കടന്നു പോകേണ്ടി വരും. നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്താക്കും, അതല്ലെങ്കിൽ നാട്ടിൽ പ്രശ്നം ഉണ്ടാകും, രാജ്യത്തു നിന്ന് പുറത്താക്കി ബഹിഷ്കരിക്കേണ്ട സന്ദർഭം വന്നാലും അതിലൊക്കെ നമുക്ക് ആര് മാതൃക ഉണ്ട്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃക ഉണ്ട്. അപ്പൊ ഇങ്ങനെ നബിന്റെ വീട്ടിൽ നിന്ന്, ഗോത്രത്തിൽ നിന്ന്, നാട്ടിൽ നിന്ന് ബഹിഷ്കരിച്ചപ്പോൾ അതിന് വിശ്വാസികളായി നമുക്ക് കിട്ടുന്ന പാഠെന്താണ്? നമുക്ക് എന്തെങ്കിലും നമ്മുടെ ആദർശം പറഞ്ഞതിന്റെ പേരിൽ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അതിലും ആരുടെ മാതൃക ഉണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക ഉണ്ട് എന്നുള്ളതും കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കാം. രണ്ടാമത്തെ വിഷയം, ശത്രുക്കൾ ഒരിക്കലും തുല്യരല്ല എന്നുള്ളതാണ്. എല്ലാ ആളുകളും ഒരേ മനോഭാവമുള്ള ആളുകളല്ല. ഇപ്പൊ ഖുറൈശി ഗോത്രത്തിലെ പല ആളുകളാണ് ഇതിന് മുന്നിട്ടിറങ്ങിയത്. ശത്രുക്കളായ ആളുകളാണ് എന്ത് ചെയ്യണത്? ഇതിന് മുന്നിട്ടിറങ്ങി അതിനു വേണ്ടി ആ ഉപരോധം ഒഴിവാക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങി ആദ്യം അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണത് ശത്രുക്കളായ ആളുകളാണ്. അപ്പൊ അതില് ന്യൂനപക്ഷത്തിലെ ഏതെങ്കിലും ചില ആളുകളോടുള്ള വെറുപ്പ് ഭൂരിപക്ഷത്തിൽപ്പെട്ട നിഷ്കളങ്കരായ ആളുകളോട് അനീതി കാണിക്കാൻ അത് കാരണമാകരുത് എന്നുള്ളത് കൂടി നമ്മൾ ചേർത്തി മനസ്സിലാക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും ഈ ഉപരോധം കഴിഞ്ഞ മുസ്ലിമീങ്ങളായ ആളുകൾ പിന്നെ മക്കയിലേക്ക് വന്നപ്പോൾ നജിദിൽ നിന്ന് ഒരു ക്രൈസ്തവ സംഘം വരുന്നുണ്ട്. ഒരു ക്രൈസ്തവ സംഘം വന്ന് അവർ ഈ വാർത്തകളൊക്കെ അറിയുന്നുണ്ട്. ബനു ഹാഷിം ഗോത്രത്തിലെ ഒരുപാട് ആളുകളെ ഷാബ് അബി താലിബിൽ ഉപരോധിച്ചിട്ടുണ്ട് എന്ന വിവരമൊക്കെ അവരറിഞ്ഞ് അപ്പൊ എന്താണ് ഇസ്ലാം, എന്താണ് മുസ്ലിമീങ്ങൾ, ആരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി 20ഓളം സംഘം അവര് നേരെ പിന്നെ മക്കയിലേക്ക് വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു, പ്രവാചകൻ അവർക്ക് ദീന പറഞ്ഞു കൊടുത്തു, അവർ ഇസ്ലാം മതം സ്വീകരിച്ചതായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പിന്നീട് നടക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഉപരോധം അവസാനിച്ച് മുസ്ലിമീങ്ങൾ എന്ത് ചെയ്തു? തിരിച്ച് ഖുറൈശി ഗോത്രത്തിലേക്ക് അല്ലെങ്കിൽ ബനു ഹാഷിം ഗോത്രത്തിലേക്ക് തന്നെ മടങ്ങി വന്ന സമയത്ത് എന്ത് ചെയ്തു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നീട് ഏറ്റവും പ്രയാസകരമായ സംഭവം, റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സങ്കടം നിറഞ്ഞ ചില രണ്ടാളുകളുടെ മരണങ്ങളാണ് പിന്നീട് നടക്കുന്നത്. അതേപോലെ തന്നെ അതിനുശേഷമുള്ള ചില സംഭവങ്ങൾ, ഇസ്രാ മിഅ്റാജ് യാത്രക്ക് ഇതിനു ശേഷമാണ് പിന്നീട് നടക്കുന്നത്. ഈ ഒരു സങ്കടത്തിന് റസൂലുള്ളാഹിനെ അല്ലാഹു സുബ്ഹാനഹു തആല മാറ്റിയെടുക്കുന്നതൊക്കെ ഈ രൂപത്തിലായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ബാക്കിയുള്ള വിഷയങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. റഹ്മാനായ റബ്ബ് ദീൻ അധികമായി പഠിക്കാനും പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കാനും പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം പഠിക്കുന്നതോടൊപ്പം തന്നെ അതിൽ നിന്ന് ലഭിക്കുന്ന പാഠങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ അല്ലാഹുവിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ റസൂലുള്ളാഹിന്റെ കൂടെ ജന്നാത്തിൽ ഫിർദൗസിൽ അല്ലാഹുവിനെ കാണുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.